അതായത് വെണ്ടയ്ക്ക് ഉരുളക്കിഴങ്ങും കൊണ്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ്. നമ്മുടെ സ്ഥിരം മെഴുക്കുവരട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ല, ടേസ്റ്റ് വളരെ വ്യത്യാസമാണ്. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതേപോലെ തയ്യാറാക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കണം. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, എങ്ങനെയുണ്ട് എന്നൊക്കെ. വേണ്ടത് വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ്, സവാള, പിന്നെ എരിവിന് 3-4 പച്ചമുളക്. ഇനി ഒരു പാൻ ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് കടുകും ചേർത്ത് കൊടുക്കാം. പൊട്ടിക്കഴിയുമ്പോൾ ഈ അരിഞ്ഞു വെച്ച സവാള, അത് 2 എണ്ണമാണ് നീളത്തിലരിഞ്ഞത്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉരുളക്കിഴങ്ങ്, അതും 2 എണ്ണം തന്നെയാണ്, ഒരല്പം വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ വെണ്ടയ്ക്ക, അതൊരു 10-12 എടുത്തിട്ടുണ്ട്. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇത് മൂടി വയ്ക്കാം. ഇതിനി ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അടി കരിഞ്ഞു പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇളക്കി കൊടുത്താൽ മതി, അതല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ റെഡിയാക്കി എടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്, പിന്നെ 1/4 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകം, ഒരു നുള്ളുലുവ, അധികം വേണ്ട, ഒരു 5-10 എണ്ണം മതിയാവും. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക്, എരിവിനായിട്ട് 4 അല്ലെങ്കിൽ 5 ഉണക്കമുളക്, പിന്നെ 2 തണ്ട് കറിവേപ്പില കൂടെ വേണം. ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കേണ്ടതാണ്, ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 4 മുതൽ 6 പേർക്ക് വരെ കഴിക്കാനായിട്ട് ഈ അളവ് മതിയാവും. അപ്പോൾ തയ്യാറാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷനിൽ കാണും, അതൊന്ന് നോക്കിയാൽ മതി. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് റെഡിയായി കിട്ടാൻ ആ ഉണക്കമുളകെല്ലാം ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഉണക്കമുളക് ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില കൂടെ ചേർക്കാം. ഇനി എടുത്തു വെച്ച ആ കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് ഒന്ന് ചൂടായി കഴിയുമ്പോൾ പെരിഞ്ജീരകം, പിന്നെ ജീരകം, ഉലുവ എല്ലാം ചേർത്ത് കൊടുത്ത് എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് റോസ്റ്റായി വരുമ്പോൾ നല്ലൊരു സ്മെല്ലും പിന്നെ ഇതിൻ്റെ ചെറിയ തിളക്കവും ഉണ്ടാവും, ഒരു എണ്ണമയം വരും. അപ്പോഴേക്കും നമുക്കിതിൽ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം, 1 മിനിറ്റൊക്കെ മതിയാവും. ആ മല്ലിപ്പൊടിയുടെ മഞ്ഞൾപ്പൊടിയുടെ ആ പച്ച കുത്തൊക്കെ ഒന്ന് മാറി കിട്ടണം. എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇത് പൊടിച്ചെടുക്കാം. ഇതായിപ്പോൾ ഉരുളക്കിഴങ്ങ് അത്യാവശ്യം വെന്തൊക്കെ കഴിഞ്ഞു. ഇതിന് പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം വേണം ഈ പൊടിച്ച മസാലകൾ ചേർത്ത് കൊടുക്കാൻ. മസാല ചേർക്കുമ്പോൾ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ സൂക്ഷിച്ച് ഇളക്കി കൊടുക്കണം. ഇത് ഒരുപാട് വെന്തുടഞ്ഞു പോകാനും പാടില്ല, എന്നാൽ ആവശ്യത്തിന് ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് കിട്ടുകയും വേണം. ഇപ്പോൾ വെണ്ടയ്ക്കൊക്കെ അധികം വെന്ത് പോയാൽ കുഴഞ്ഞു പോകുമല്ലോ, അപ്പോൾ കുഴഞ്ഞിരിക്കുകയും ചെയ്യരുത്. ഈ ചേർത്ത് കൊടുത്ത മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കാനായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല സ്വാദുള്ള ഒരു മെഴുക്കുവരട്ടിയാണിത്. ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും ഇനി വെറുതെ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അഭിപ്രായം പറയണം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു.